പ്രിയമുള്ളവരെ, അബൂജഹൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ വാർത്ത മക്കത്തുള്ള മുഴുവൻ ആളുകളും കുഞ്ഞനടക്കം വീട്ടിലുള്ള സ്ത്രീകളും വൃദ്ധകളും വയോധികരുമായ എല്ലാവരും കേട്ടുകഴിഞ്ഞു. ആ സമയത്ത് എല്ലാവരും വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഇതാണ് കേൾക്കുന്നത്. പിന്നെ എല്ലാവരും ഓടുകയാണ്, കരച്ചിലും പിരിച്ചിലും ആകപ്പാട് അലമുറയിട്ടും. സ്ത്രീകളൊക്കെ അവരുടെ കുട്ടികളെ മാനത്തോട് അണച്ചുകൊണ്ട് കരയുകയാണ്. ഞങ്ങൾക്ക് ഇനി സമ്പത്ത് എവിടെ നിന്ന് കിട്ടും, ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കാരണം ഇങ്ങനെ പറയാൻ കാരണം ഇന്നത്തെ പോലെയല്ല, അന്ന് പട്ടിണിയും പരിപാലനവുമായിട്ട് ഒരുപാട് വിഷമമുള്ള കാലഘട്ടമാണ്. ഈ സമ്പത്ത് വന്നിട്ട് വേണം നമുക്ക് ഭക്ഷണം വാങ്ങാൻ. അങ്ങനെ ഇതൊക്കെ പോയപ്പോഴാണ് അവർ കരയുന്നത്. അങ്ങനെ ഇതൊക്കെ ആയപ്പോ കുറെ പുരുഷന്മാർ, വീടുകളിലെ പുരുഷന്മാർ അവരുടെ വീടുകളിലേക്ക് ചെന്നിട്ട് സഹോദരിമാരോട് പറഞ്ഞു, നിങ്ങൾ കരയരുത്, നിങ്ങൾ കരയരുത്, ഞങ്ങൾ മക്കൾക്കാരെ എന്തിനു പോകുന്ന ആളുകളാ, ആ മുഹമ്മദിനെ എതിർക്കാൻ അവനോട് പകരം ചോദിക്കാൻ ഞങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും അടക്കി നിർത്തി. അപ്പൊ സ്ത്രീകൾ ക്ഷമിച്ചു. അങ്ങനെ അടങ്ങിയപ്പോൾ പിന്നെ ചെയ്തതെന്താണെന്നറിയോ? അബൂജഹൽ അപ്പോഴേക്ക് ഇറങ്ങി വന്ന് ആ മക്കത്ത് വന്ന് എല്ലാവരും വിളിച്ചു കൂട്ടി. അവൻ എപ്പോഴും എന്താ അറിയോ, എല്ലാവരും വിളിച്ചു കൂട്ടും. എന്നിട്ട് ഒരൊറ്റ പ്രശ്നം, അവൻ നേതാവാണ്, യഥാർത്ഥത്തിൽ അവനല്ല നേതാവ്, തുബയാണ് നേതാവ്. ഏതാവട്ടെ അങ്ങനെ അബൂജഹൽ എന്താ പറഞ്ഞതെന്നറിയോ? എത്രയും പെട്ടെന്ന് നിങ്ങൾ വീടുകളിൽ പോയി നിങ്ങളുടെ കരങ്ങളിലുള്ള ആയുധങ്ങൾ എന്താണ്, വാളോ കുന്തോ മൃതിയോ ചാറ്റുടിയോ എന്താണ്, ഒക്കെ എടുത്ത് വേഗം പുറപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഈ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അവരുടെ കയ്യിലുള്ള വാളുകളും കുന്തങ്ങളും ഒക്കെ എടുത്ത് പുറപ്പെടും. അബൂജഹലാണ് ആദ്യം പുറപ്പെട്ടത്. അവന്റെ കുതിരയുടെ പേരാണ് ഹൗദജ് എന്ന കുതിര അവൻ ചമയത്തുകൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ അതോടുകൂടെ അവന്റെ കൂടെയുള്ള ആളുകൾ ആരൊക്കെയാണ് പുറപ്പെടുന്നതെന്ന് അടുത്ത വരിയിലൂടെ ഇങ്ങനെ കേൾക്കാം. തമയർനാമം ബിരുത്തിടുവാൻ അബുൽ ഹക്കം സഹൽ ഹംലല തെന്നും സമ്മത്തും ഉമൈറും അംറും ഹർമലത്തും വഹബുൽ ഉത്ബതനും അബുൽ ഉസൈറും നബിഹും ശൈബാ അബുൽ അതായ അസ്വദ് നൗഫൽ ആമീർ ഉഖൈലുൻ ഖാലിദ് അബൂ വിദാ തെനും അബ്ദുല്ലാ നദറുഡ് അബുൽ ലൈസും ബിൻ അബുൽ കബ്സും. അതെ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ. ആ ആളുകളുടെ പേരാണ് മഹാനായ മോയിൻകുട്ടി വൈദ്യൻ. ഈ മോയിൻകുട്ടി വൈദ്യനെ പറ്റി ഒന്ന് അല്പം പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഒരു മഹാനാണ്, വലിയ സ്ഥാനത്തുള്ള ആളാണ്. മാത്രമല്ല അദ്ദേഹം നിമിഷ കവിയാണ്.